ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ഫ്ലിപ്പ് ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആദ്യം ഇതുപോലെ 3 ഇമേജ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഒന്നാന്ന് ആഡ് ചെയ്യുന്നെങ്കിൽ പ്രശ്നമില്ല. ഞാനിപ്പം 2 ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്, എന്നിട്ട് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് 3 ആഡ് ചെയ്തിട്ട് 2 കോപ്പി ചെയ്ത് വെക്കുക. അതിപ്പം നമുക്ക് ആവശ്യമില്ല, അത് പിന്നെയാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഇമേജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാനിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. റെക്റ്റാങ്കിൾ ആഡ് ചെയ്തതിന് ശേഷം 3 ഡോട്ട് പോവുക. 3 ഡോട്ട് പോയിട്ട് സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ എന്ന് കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളും ഈ ഒരു ഇമേജും തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, സ്കെയിൽ ടൂൾ പോയിട്ട് അതിന് പോട്ടെ, നമുക്കിവിടെ ഇതൊന്ന് കുറച്ച് ഈ ഒരു റേഞ്ച് സെറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലിപ്പിൻ്റെ സൈസ്, അതായത് ക്ലിപ്പ് എത്ര സെക്കൻഡ് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പം ഇത്ര എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് സ്കെയിൽ ടൂൾ പോയിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ സൂം ആക്കി കൊടുക്കുക, കുറച്ച് സൂം ആക്കി കൊടുക്കുക. ശേഷം എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് സൂം ഔട്ട് ആക്കി കൊടുക്കാം. ഏകദേശം ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കർവ് ഒന്ന് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, 3Dയിൽ പോയിട്ട് ഈ ഒരു ഫ്ലിപ്പ് ലെയർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളതിൽ ആംഗിളിൽ വരാം. ആംഗിളിൽ വന്നിട്ട് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഈ ഒരു ഭാഗത്തായിട്ട് 1 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് 1 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 180ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു ഗ്രാഫ്, 4ാമത്തെ ഗ്രാഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം വീണ്ടും മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് നമ്മൾ വീണ്ടും സ്കെയിൽ ടൂൾ പോയിട്ട് വീണ്ടും നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് 1 കീ ഫ്രെയിം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ഈ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ കുറച്ച് നമ്മളൊന്ന് സൂം ആക്കി കൊടുക്കുക. ഏകദേശം ഈ ഒരു റേഞ്ചിൽ സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളൊരു ഗ്രാഫ് ആഡ് ചെയ്യണം. ഈ ഒരു ഗ്രാഫ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയതാ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇനിയാണ് നമ്മൾ അടുത്തൊരു ഇമേജ്, അതായത് അടുത്തൊരു ക്ലിപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് പോവുക. അതിന് പോകുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഈ ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഇവിടുന്ന് ഈ ഒരു രീതിയിലേക്ക് റൊട്ടേറ്റ് ആവുന്ന കറക്റ്റ് സ്ഥലം ഏകദേശം എനിക്ക് കിട്ടുന്നത് 0.29 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് എനിക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡിൽ
കറക്റ്റായിട്ട് നമ്മൾ അടുത്തൊരു ഇമേജ് ആഡ് ചെയ്യണം. അതിന് എഡിറ്റ് ഗ്രൂപ്പ് പോവുക. എഡിറ്റ് ഗ്രൂപ്പ് പോയിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിന്. ആ കോപ്പി ചെയ്ത് വെച്ച ഒരു ക്ലിപ്പ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോയിട്ട് ആഡ് എഫക്റ്റ് പോവുക. ശേഷം നമ്മളിവിടെ സെർച്ചിൽ പോയിട്ട് മിററിന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മിറർ എഫക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ ഇത് റെക്റ്റാങ്കിളിൻ്റെ താഴേക്ക് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കി ചെയ്താൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അതായത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 1 സെക്കൻഡിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കണ്ടോ? കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂം. ഓക്കെ, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഈ ഒരു എഫക്റ്റിൽ ഈ ഒരു ക്ലിപ്പിലേക്ക് പോവുക. ഈ ഒരു ക്ലിപ്പിൽ ഇനി നമുക്ക് ഒരു മൂവ് കൊണ്ടുവരണം. ആ മൂവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോപ്പപ്പ് ആവുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഏകദേശം ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്കൊരു മൂവാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് പോവുക. എഡിറ്റ് ഗ്രൂപ്പ് പോയതിന് ശേഷം നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് വന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം ബാക്ക് വന്നതിന് ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മൾ ഇതിൽ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലർ പോയിട്ട് മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യണം. അതിന് വേണ്ടി ആഡ് എഫക്റ്റ് എക്സ്പ്ലോഷൻ ആൻഡ് ഗാമ ആഡ് ചെയ്യണം. അതിന് ആഡ് എഫക്റ്റ് പോയിട്ട് കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷൻ ആൻഡ് ഗാമ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ആഡ് ചെയ്ത പോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഫുള്ള് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമുക്കൊന്ന് നോക്കിയാൽ ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇനി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് നമുക്ക് ഏകദേശം അപ്പോൾ അടുത്ത ക്ലിപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഞാൻ അടുത്ത ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അടുത്ത ക്ലിപ്പ് ആഡ് ചെയ്യുക. ശേഷം
എൻഡ് വരെ സെറ്റ് ചെയ്യുക. എൻഡ് വരെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക, നേരത്തെ ആഡ് ചെയ്ത പോലെ ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം മിറർ ഓപ്ഷൻ വന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, ബ്ലർ പോയിട്ട് മോഷൻ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ എഫക്റ്റ് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ. ഇനി ആഡ് എഫക്റ്റ് പോയിട്ട് ഇല്ല കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം എക്സ്പ്ലോഷറിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിൽ ഒരു കീ ഫ്രെയിം. ഫസ്റ്റ് ഉള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്യുക. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ഇത് നമ്മൾ ഈ ക്ലിപ്പ് റെക്റ്റാങ്കിളിൻ്റെ താഴേക്ക് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയതാ. കണ്ടില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എഫക്റ്റ്. അതായത് നമ്മളെ ഇന്നത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി ട്രാൻസിഷൻ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫിൽ ടു കോമ്പോസിഷൻ ഏരിയ എന്ന് കൊടുക്കുക, സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം ഞാൻ അതിൻ്റെ കളർ വൈറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ലെയർ കുറച്ചൊന്ന് സൂം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി ഒക്കെ കുറച്ച് വെക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇതുപോലെ നമുക്ക് കിട്ടും. സോറി, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം അടിയത്തെ ലെയർ കൈ കൊണ്ട് സൂം ചെയ്യുക കേട്ടോ. നമ്മൾ ഒരിക്കലും മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയി സൂം ചെയ്യരുത്. അപ്പം നമുക്കത് നേരത്തെ ആഡ് ചെയ്ത കീ ഫ്രെയിമൊക്കെ കാരണം കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കൈ കൊണ്ട് സൂം ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു അടിയത്തെ ലെയർ വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഒരു അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളൊക്കെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.